ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ 2 അപ്ഡേറ്റുകൾ നോക്കുന്നുണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റും രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അസിസ്റ്റന്റ് കോച്ച് വെസ്ട്രോമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റുമാണ്. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റാണ്. അതായത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൽ നിന്ന് നമ്മുടെ ക്ലിഫോർഡ് മിറാണ്ട പടിയിറങ്ങുകയാണ് എന്ന കാര്യം നിങ്ങളെല്ലാം അറിഞ്ഞു കാണും. എന്തായാലും മിക്കവാറും അദ്ദേഹം ഏതെങ്കിലും ഒരു ഐ ലീഗ് ക്ലബിൻ്റെ ഹെഡ് കോച്ചാകും, അല്ലെങ്കിൽ മുംബൈ സിറ്റി എഫ് സിയുടെ ഹെഡ് കോച്ചാകും എന്ന തരത്തിൽ റൂമറുണ്ട്. അതിപ്പോൾ വന്ന റൂമറാണ്. അതായത് മുംബൈ സിറ്റി എഫ് സിയുടെ ഹെഡ് കോച്ച് അല്ല, അസിസ്റ്റൻറ്റ് കോച്ചാകാനുള്ള സാധ്യത ഉണ്ടെന്ന തരത്തിൽ റൂമറുകൾ വന്നിരുന്നു. എന്തായാലും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് പകരക്കാരനായിട്ട് ബസ്താബ് റോയെ നിയമിച്ചിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അദ്ദേഹം നേരത്തെ ആ ഒരു കോച്ചിങ് സ്റ്റാഫിൽ വർക്ക് ചെയ്തു. അത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ കോച്ചിങ് സ്റ്റാഫിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. എന്തായാലും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു തീരുമാനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ ഒരു ടീമിനെ അറിയുന്ന വ്യക്തി തന്നെ ഒരു അസിസ്റ്റൻറ്റ് കോച്ചായിട്ട് വരുന്നത് എന്തുകൊണ്ട് ഒരു നല്ല കാര്യം തന്നെയാണ്. ഈ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് അസിസ്റ്റൻറ്റ് കോച്ച് വെസ്ട്രോമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ്, അതായത് ഇതിൻ്റെ പേര് ഇൻസ്റ്റാഗ്രാം അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ കുറേ അധികം നമുക്ക് കാണാൻ സാധിക്കും. അതായത് ബോർജാൻ വെസ്ട്രോം എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് കുറേ അധികം ഫേക്ക് അക്കൗണ്ടുകൾ. എന്തിനാണ് ആളുകൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇതുകൊണ്ട് അവർക്ക് എന്ത് ഗുണമാണ് ഉണ്ടാകുന്നതെന്നും അറിയത്തില്ല. സോ ഇത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അതായത് ആരാധകർക്കിടയിൽ തന്നെ ആരാണ് ആ ഒരു വ്യക്തി, ആരെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്നൊരു ആശയക്കുഴപ്പം തന്നെ ഉണ്ടാകും. അദ്ദേഹം ഒരു പുതിയ വ്യക്തിയാണ്, അസിസ്റ്റൻറ്റ് കോച്ചാണ്. സോ അത്ര വലിയ ഫാൻ ഫോളോവേഴ്സ് ഒന്നും കയറാൻ സാധ്യതയില്ല. സോ ഏത് അക്കൗണ്ടാണ് അദ്ദേഹത്തിൻ്റെ എന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംശയം തോന്നും. കാരണം ആ ഒരു സമയത്ത് തന്നെയാണ് കുറേ അധികം അക്കൗണ്ടുകൾ, അതായത് ഇത് സൈൻ ചെയ്ത സമയത്ത് തന്നെ കുറേ അധികം അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. സോ നമുക്ക് എല്ലാവർക്കും ഡൗട്ടായിരിക്കും. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർത്തുക. നിങ്ങൾക്ക് ഇതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ വെറുതെ എന്തിനാണ് മറ്റുള്ളവരെയും കൂടെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ. പിന്നെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.